ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയുന്നത് ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് പ്രത്യേകം ഓർക്കണം. 7 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി സ്കൂൾ വിട്ട് വന്ന് വീട്ടിലെത്തി അമ്മയുടെ കയ്യിൽ നിന്ന് ചായ കുടിച്ചതിന് ശേഷം കുറച്ചു നേരം വിശ്രമത്തിന് ശേഷം ആ കുട്ടിയുടെ അമ്മ അതിനെ ട്യൂഷൻ സെൻറ്ററിലേക്ക് പറഞ്ഞയക്കുന്നു. അടുത്ത് തന്നെയാണ് ആ സെൻറ്റർ എന്ന് പറയുന്നത്. അവിടേക്ക് പോയി കുട്ടി സാധാരണ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലെത്താറുള്ള ആ കുട്ടി വീട്ടിലെത്താറുള്ള സമയം കഴിഞ്ഞിട്ടും കുട്ടിയെ കാണാതായപ്പോൾ അമ്മ വേവലാതിപ്പെടുകയും അവർ കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്തതിന് ശേഷം പുറത്തിറങ്ങി നോക്കുകയും പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ് കുട്ടിയെ കാണാതായപ്പോൾ അമ്മ നേരെ ട്യൂഷൻ സെൻറ്ററിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അന്വേഷിച്ചപ്പോൾ കുട്ടി അവിടെ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ആ അമ്മ വല്ലാതെ ആശങ്കപ്പെടുകയും വേദനിക്കുകയും കരഞ്ഞുകൊണ്ട് അവിടെ പലരോടും അന്വേഷിച്ചപ്പോൾ അവർക്കാർക്കും കുട്ടിയെക്കുറിച്ച് ഒരു വിവരവുമില്ല. അങ്ങനെ ഈ സംഭവം ആ നാട്ടിലാകെ പാട്ടാകുകയും നാട്ടുകാരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് കുട്ടിയെ അന്വേഷിച്ച് പല ഭാഗങ്ങളിലേക്ക് പോകുകയും എന്നിട്ടും കുട്ടിയെ കാണാതായപ്പോൾ ആ അമ്മയുടെ വേദന സങ്കടമായി മാറുകയും അത് കരച്ചിൽ അടക്കാൻ കഴിയാതെ ഇരിക്കുമ്പോൾ കുറേ സമയത്തിന് ശേഷം കുട്ടി അവിടെ എത്തുകയും ആകെ അവശയായി വസ്ത്രങ്ങളൊക്കെ കീറിയിട്ടുണ്ട്, രക്തം പൊടിയിട്ടുണ്ട്. അങ്ങനെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാകുന്നത് ആ കുട്ടി ക്രൂരമായി ലൈംഗിക പീഡനത്തിൻ്റെ ഇരയായി എന്നുള്ളതാണ്. പ്രത്യേകം ഓർക്കണം, കുട്ടിയുടെ പ്രായം 7 വയസ്സ് ആണ് എന്നുള്ളത്. അങ്ങനെ 7 വയസ്സുള്ള കുട്ടിയെ, അതിൽ ഒരാൾ മാത്രമാണ് കുട്ടിയുമായിട്ട് പരിചയമുള്ളത്. അങ്ങനെ ഈ പരിചയമുള്ള ആൾ കുട്ടിയെ ട്യൂഷന് പോകുന്ന സമയത്ത് അടുത്ത് വിളിച്ച് സംസാരിക്കുകയും ദൂരെ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് വിജനമായ പ്രദേശത്ത് വെച്ച് കുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു. അങ്ങനെ പോലീസ് അന്വേഷണത്തിൽ പ്രതികളെ പിടികൂടുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട പ്രത്യേക കാര്യം, ഇങ്ങനെ 7 വയസ്സുകാരിയായ കുട്ടിയെപ്പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം മനുഷ്യൻ്റെ വിവേകബുദ്ധി നശിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇത്. എല്ലായിടത്തും പല സ്ഥലങ്ങളിലായിട്ട് ചെറിയ കുട്ടികളെ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന പല സംഭവങ്ങളും ഇപ്പോൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നത്? പണ്ടുകാലങ്ങളിലൊന്നും ശാസ്ത്രം ഇത്രയും പുരോഗമിക്കാത്ത കാലത്തും ഇൻ്റർനെറ്റ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലും ഇവിടെ മനുഷ്യൻ വിവേകബുദ്ധിയോടും ചെറിയ കുട്ടികളെ തിരിച്ചറിയാനുള്ള
കഴിവ് അന്ന് മനുഷ്യനുണ്ടായിരുന്നു. ഇന്ന് കാലങ്ങൾ മാറി ആധുനിക സൗകര്യങ്ങളുണ്ട്, ജീവിത സൗകര്യങ്ങളുണ്ടായി, ശാസ്ത്ര സാങ്കേതിക ആയുധങ്ങൾ വളരെയധികം പുരോഗമിച്ചു. ഇൻ്റർനെറ്റ് സൗകര്യങ്ങളും എല്ലാ ഗ്രാമങ്ങളിൽ എത്തിത്തുടങ്ങി. അങ്ങനെ ഈ വക സൗകര്യങ്ങളുണ്ടായപ്പോൾ മനുഷ്യനെ വിവേകബുദ്ധി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നും വേദനിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ ഇടയിൽ വന്നിരിക്കുന്നത്. ഇത് മൃഗങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൃഗങ്ങളൊന്നും ഒരിക്കലും അവരുടെ ഇണകളെ പീഡിപ്പിച്ചുകൊണ്ടോ വേദനിപ്പിച്ചുകൊണ്ടോ അവരുടെ വംശവർദ്ധനവ് നടത്തുന്നില്ല. അതിൻ്റെ സമയമാകുമ്പോൾ അവർ പരസ്പര ധാരണതയോടുകൂടി പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് അവർ മാറ്റിംഗ് നടത്തുകയും അങ്ങനെ ആ പ്രക്രിയ അവസാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ മനുഷ്യൻ മാത്രം തൻ്റെ എതിർലിംഗത്തിൽപ്പെട്ടവരെ തൻ്റെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ട് വേദനിപ്പിച്ചുകൊണ്ട് ഉള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട അമ്മമാരെ, നിങ്ങൾ പെൺകുട്ടികളുള്ളവരാണെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പരിചയമില്ലാത്ത ആളുകളുമായി കുട്ടി കൂടുതൽ സൗഹൃദത്തിലാണെങ്കിൽ അത് നിയന്ത്രിക്കുകയും കുട്ടി എന്ന് പറഞ്ഞിട്ട് കൂടെ ലാളിക്കാനും തലോടാനും വരുന്ന പരിചയമില്ലാത്ത ആളുകളെ വളരെ ശ്രദ്ധിക്കണം. അവർ ഒരുപക്ഷെ ഇവരുടെ കണ്ണുകളിൽ പെടുന്ന ഒരാളായിരിക്കാം. അതുപോലെ തന്നെ സ്വന്തം എന്ന് പറയുന്ന ആളുകളായാൽ പോലും കുട്ടികളെ അമിതമായി അവരുടെ ഇടയിലേക്ക് അയക്കാനുള്ള മനസ്സ് കാണിക്കാതെ എല്ലാത്തിനും നിർബന്ധമായും വിലക്കേർപ്പെടുത്തിക്കൊണ്ട് വളരെ ശ്രദ്ധിക്കണമെന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. നിങ്ങൾ ജീവിതകാലം മുഴുവൻ ദുഃഖിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ പ്രിയപ്പെട്ട എൻ്റെ അമ്മമാരോട് പറയാനുള്ളത്, പെൺകുട്ടികളാണെങ്കിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരെ പല കാര്യങ്ങളിൽ നിന്നും വിലക്കിക്കൊണ്ട് അനാവശ്യമായി പരിചയമില്ലാത്ത ആളുകളുമായിട്ട് സൗഹൃദങ്ങൾ കൂടുന്നതും, അതുപോലെ തന്നെ വീട്ടിൽ അതിഥികളായെത്തുന്ന ഏറ്റവും വേണ്ടപ്പെട്ടവരല്ലാതെ വരുന്ന ആളുകളുമായി ഈ കുട്ടികളെ അകൽച്ച പാലിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ വീഡിയോ ഇതോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം.